ഒരു നല്ല കഥ ആളുകളുടെ മുന്നിൽ വിഷ്വലി അവതരിപ്പിക്കുന്നു. ഇതാണ് ഒരു ഡിസൈന് ചെയ്യുന്നത്. ഓരോ ഡിസൈനും ഓരോ വിഷ്വൽ സ്റ്റോറിയാണ് ആളുകളോട് പറയുന്നത്. ഈ ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ്, വിഷ്വൽ എലമെന്റുകൾ ഇതെല്ലാം ഉപയോഗിച്ച് വ്യൂവേഴ്സിന് ഒരു നല്ല അനുഭവം നൽകുന്ന തരത്തിലാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. ഈ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൽ കണ്ടന്റ് ആയിട്ട് ഇമേജുകളും ഐക്കൺസ്, കളേഴ്സ്, പിന്നെ അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന ടെക്സ്റ്റുകളും ഈ ഒരു കഥയെ കാണുന്ന ആളുകൾക്ക് നല്ല ഒരു അനുഭവമായി മാറ്റും. നിങ്ങളും ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു വിഷ്വൽ സ്റ്റോറിയാണ് ആളുകളോട് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോറിക്ക് നല്ല അനുഭവം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഓരോ ഡിസൈനറുടെയും കടമയാണ്. ഒരു ഫീലിംഗ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന വിഷ്വൽ സ്റ്റോറിക്ക് നല്ലൊരു ഫ്ലോ വേണം. കാഴ്ചക്കാരന് ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾ ആ ഒരു ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുടെ സ്ട്രക്ചറും അതിൻ്റെ ഓർഡറുമാണ്. ഈ ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് വഴി ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഓഡിയൻസിന്റെ അടുത്ത് ഇമോഷണലി ഒരു കണക്ഷൻസ് ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ബ്രാൻഡിന്റെ വാല്യൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, പിന്നെ ഒരു പ്രൊഡക്റ്റിന്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആളുകൾക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് സ്റ്റൈല് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക, നിങ്ങളൊരു വിഷ്വൽ സ്റ്റോറിയാണ് ആളുകളോട് പറയുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഡിസൈനിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.